കുറച്ച് ദിവസം വെറുതെ ഇരുന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊരു ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്തിട്ടാ. പെട്ടെന്നാണ്, അതായത് എടിപിടിന്ന് പറഞ്ഞൊരു ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്തു. അപ്പം ആ കുറേ വീഡിയോസും കണ്ടിട്ടുണ്ട്, ഈ ചെറായി ബീച്ചിലെ വീഡിയോസ്. അങ്ങനെ നമ്മൾ അവിടേക്ക് അങ്ങ് പിടിച്ചു വിട്ടാ. അങ്ങനെ ഞങ്ങൾ കാറിലാണ് പോയത്. അപ്പം ഞാൻ, ഏട്ടൻ്റെ 2 ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ 4 പേരും, മീൻസ് 5 പേരിട്ടാ, 3 ഫ്രണ്ട്സ്. അപ്പം ഇതാണ് ഫ്രണ്ട് വ്യൂ. സീ ഗ്രീൻ ഹോട്ടൽ കേട്ടോ, റിസോർട്ട്. അപ്പം ചെറായി ബീച്ചിലുള്ളതാണ്. അപ്പം വീഡിയോസ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ. അപ്പം ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പം മഴയൊക്കെയുള്ള സമയത്ത് തന്നെ നമ്മൾ പോയത്, നമ്മൾ മഴയൊന്നും കാര്യമാക്കില്ല, വണ്ടി എടുക്കുന്നു പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞ സംഭവം ഇതാണ് കയറി ചെല്ലുന്ന സ്ഥലം. അപ്പം ഇവിടെ റൂംസ് കൊടുക്കുന്നത് ഗ്രീൻ, യെല്ലോ, റെഡ് അങ്ങനെയായിട്ടുള്ള ഓരോ റൂംസ് ആട്ടാ. അപ്പം ഞാൻ വീഡിയോ കണ്ടത് ഗ്രീൻ റൂമാണ് കേട്ടോ. അപ്പം ഞാനും പ്രതീക്ഷിച്ചത് അതന്നെ കിട്ടണമെന്നായിരുന്നു. അത് ഞങ്ങൾ മുന്നേ ബുക്ക് ചെയ്തപ്പോൾ അതന്നെ കിട്ടിയിട്ടോ. കാരണം അതിൻ്റെ വ്യൂ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് വീഡിയോസിൽ തോന്നി. ഇതാണ് കേട്ടോ അതിനകത്തുള്ളത്, കണ്ടോ, യെല്ലോ, ഗ്രീന്, റെഡ് അതിനകത്താണ് കേട്ടോ. അപ്പം ഇത്രയും സംഭവമുള്ളൂ, ഇത്രയും റൂംസ് ഉള്ളവരേൽ. പക്ഷെ ഭയങ്കര എന്താ പറയുക, ചുമ്മാ ഒരു സിമ്പിൾ ട്രിപ്പാണ് ഇതെങ്കിലും എനിക്ക് ആ ഒരു ഇതുണ്ടെന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കുറേ അവിടെ ഇവിടെ നടക്കണ പോലെ നമുക്കൊരു അകത്തുനിന്ന് നമുക്കൊരു ഫീൽ വരില്ലേ, അതുപോലെ തന്നെ വാതിൽ തുറക്കുമ്പോൾ ഇത് റൂം കേട്ടോ. അപ്പം ഇവരെല്ലാം നമ്മൾ റൂമിലുണ്ടായിരുന്നു. അങ്ങനെ റൂം വന്ന് തുറന്നു. ഇത് കാണാൻ കേട്ടോ അടിപൊളി. ആ റൂം അങ്ങ് തുറക്കുമ്പോൾ കടൽ, എൻ്റെ പൊന്നു, അതിൽ കൂടെ ഊഞ്ഞാല്, പിന്നെ വേറെ എന്ത് വേണം. അങ്ങനെ നമ്മൾ കുറച്ച് കടലൊക്കെ ആസ്വദിച്ച് നമ്മൾ ഫുള്ള് ജോളിയായിരുന്നു കേട്ടോ, കടൽ ആസ്വദിച്ച്. പിന്നെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഫുഡ് ഇവരുടെ തന്നെ ഉണ്ട്, പിന്നെ അല്ലാതെ സ്വിഗ്ഗിയും കിട്ടും അങ്ങനെ കേട്ടോ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ മെയിനായിട്ട്. അപ്പം നമ്മൾ ചിക്കൻ ലോലിപ്പോപ്പൊക്കെ പറഞ്ഞു. അപ്പം ആ ചിക്കൻ്റെ സംഭവവും കടലും കാറ്റും പിന്നെ ഒരു ചെറിയ മഴയും പിന്നെ ആ വ്യൂവും, വേറെ എന്ത് വേണം നമുക്ക്. നമ്മളൊരു മൈൻഡ് സെറ്റ് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവം മതി. സംഭവം ചെറിയ റിസോർട്ടാണ് കേട്ടോ, വലിയ എന്താ പറയുക, നിങ്ങൾ പ്രതീക്ഷയൊന്നും ചെല്ലണ്ട. നമുക്കൊന്ന് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അതായത് കടൽ വ്യൂ കണ്ടിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ അടിപൊളിയായിട്ട് അവിടെ ഇങ്ങനെ നിന്ന് കടലൊക്കെ ആസ്വദിച്ച് സൂപ്പറായിരുന്നു. പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് പോയി. അപ്പം ഞാൻ അതായത് പിറ്റേ ദിവസം ഞങ്ങൾ ഉച്ചയായപ്പോൾ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണേ. അപ്പോൾ രാവിലത്തെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതെന്ന് പറയാനായിട്ട് സംഭവം വലുത് എന്താ പറയുക, നമ്മളിപ്പോൾ കാണുന്ന പോലെ വലിയ ചില്ലായിട്ട് അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമുക്ക് ഈ കാണുന്ന വ്യൂവിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം കേട്ടോ. അപ്പം ഞാനിങ്ങനെ കടൽ തീരത്തൊന്നും പോയിട്ട് ഇങ്ങനെ വാതിൽ തുറക്കുമ്പോൾ കടൽ കാണുന്നത് അതിലൊന്നും പോവാത്തതുകൊണ്ടായിരിക്കും എനിക്കിത് കുറച്ചുകൂടി ഇതാണ് കേട്ടോ ഫ്രണ്ട് വ്യൂ. അപ്പം അങ്ങനെ ഒരാളായതുകൊണ്ട് എനിക്കിത് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരുടെ ഇതിൽ പോയിട്ട്, അതായത് അവിടെ പോകണം, റൂം എടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഈ സൈഡിൽ, നമ്മൾ വീഡിയോയുടെ സൈഡിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ അറേഞ്ച് ചെയ്താൽ മതി. റൂംസ് എപ്പോഴും കിട്ടില്ല, കാരണം എന്താ വെച്ചാൽ അവിടെ ആകെ 3 റൂമുള്ളപ്പോൾ ഒരാൾ ഇറങ്ങി അടുത്ത ആൾ അങ്ങനെയാണ് കേട്ടോ. അവിടെ പെട്ടെന്ന് റൂം ഫില്ലായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് സെക്കൻഡ് ഡേയിലെ മോർണിംഗ് വ്യൂ ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. രാവിലെ എന്താ പറയുക, രാവിലെ കഥക് തുറക്കുമ്പോൾ ഇങ്ങനെ കടൽ, പിന്നെ ഒരു ചെറിയ മഴക്കാർ, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണോ ഒന്നും പറയത്തില്ല. പക്ഷെ നമ്മൾ റൂം, കടലിൻ്റെ സൈഡ്, അല്ലെങ്കിൽ അവിടെ ഒരു ഊഞ്ഞാൽ, കടൽ കണ്ടുകൊണ്ടിരിക്കുക, കുറച്ച് നേരം കടൽ കാണാം, പാട്ട് കേൾക്കുക. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ട്രിപ്പ് പോകുന്ന ആൾക്കാർക്ക് ഇത് അടിപൊളി ഒരു പ്ലേസാണ്, മസ്റ്റാണ് നിങ്ങളിവിടെ വരേണ്ടത്. അതായത് ചെറൈയിലാണത് സംഭവം, എറണാകുളം റൂട്ടാണ് കേട്ടോ. നമുക്ക് അവിടെ നടത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റി. അപ്പം ഇതുപോലത്തെ സ്ഥലങ്ങൾ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ മാത്രം പോവുക. പിന്നെ ഞങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം മോർണിംഗ് ഞങ്ങൾ തിരിച്ചു പോയിട്ടാണ്. നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഭയങ്കര വൈബാണ്, മീൻസ് പാട്ടൊക്കെ ഇട്ട് ചിൽ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി ഞങ്ങളെല്ലാവരും കൂടി. അപ്പം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് പോവുക, പെട്ടെന്ന് വരാം, സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ബൈ, താങ്ക് യു.